ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് സേമിയ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. ഈ ബാമ്പിനോൻ്റെ വെർമിസെല്ലിയാണ് എടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ എന്തുണ്ടാക്കണം എന്നൊരു പ്ലാനൊന്നും ഇല്ലാണ്ട് കിടന്നതാട്ടോ ഇന്നലെ. അതുകൊണ്ട് രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത് ആയിട്ടെടുത്തതാണ്. ഇത് അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചിട്ട്, ഇത് വറുക്കാത്ത സേമിയ കേട്ടോ, അപ്പോൾ നമ്മളത് വറുത്തെടുക്കണമല്ലോ. അതിന് വേണ്ടി ഒരു ചട്ടി വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ആ സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ബ്രൗൺ നിറം ആകുന്നവരെയൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ റോസ്റ്റ് ചെയ്ത് സേമിയ മേടിക്കാറുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഈ പണിയൊന്നുമില്ല, വേഗം തന്നെ ആക്കാം. അതൊന്ന് റോസ്റ്റ് ചെയ്ത് ഇതാ ഒരു ബ്രൗൺ കളർ പോലെ ആക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്, ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട്. ഈ ചട്ടി തന്നെ വെച്ചാൽ അത് വീണ്ടും ഒന്നും കൂടി കരിഞ്ഞു പോകും കേട്ടോ, അതുകൊണ്ടാണേ. എന്നിട്ട് ഇതാ അതിലേക്ക് ചേർക്കാനായിട്ട് ഒരു അരമുറി സവോള, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ അരിഞ്ഞെടുത്തു. അതിന് ശേഷം ഇതാ ചട്ടി വെച്ച് നമ്മൾ ആ വറുത്തെടുത്ത അതേ ചട്ടി തന്നെയാണ്, ആ നെയ്യുടെ അംശമൊക്കെ അതിൽ തന്നെ ഉണ്ട്. അതിലേക്ക് ഒരു ഇത്തിരി എണ്ണയും കൂടി, ഒരു ടീസ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുത്തു. അത് എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കടുക് പൊട്ടിയപ്പോൾ അല്പം ഉഴുന്ന് ഇത്രയും ചേർത്ത് കൊടുത്തു കേട്ടോ. അത് നന്നായി മൂത്ത് വന്നപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന സവോളയും പച്ചമുളകും ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട്. കരിഞ്ഞു പോവണ്ട, എന്നാലൊന്ന് നിറം മാറി ഒരു ട്രാൻസ്പെറൻറ്റ് കളറൊക്കെ ആവില്ലേ, അതുപോലെ വഴറ്റുവേ. അത്രയും വരെ ഞാൻ വഴറ്റു കേട്ടോ. ഞാനിങ്ങനെയാണ് കേട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കാറ്, സേമിയ ഉപ്പുമാവ്. നിങ്ങൾ വെറൈറ്റി രീതിക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്ന് പറയണേ. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അങ്ങനെ ഇതാ സവോള വഴന്ന് വന്നപ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് സേമിയ അളന്നെടുത്ത് അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു 1.25 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നോർമൽ പച്ചവെള്ളം തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തേ. ആ വെള്ളവും ചേർത്ത് കൊടുത്ത് മൂടി വെച്ചു. ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അങ്ങനെ വെള്ളം നന്നായി തിളച്ച് വന്ന ശേഷം നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ചിരുന്ന സേമിയ എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ടൊന്ന് ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. ഇനി ഇതിലേക്ക് ഒരു പിടി തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ അതിൻ്റെ ഉപ്പൊക്കെ നോക്കി കേട്ടോ, ഉപ്പൊക്കെ ബാലൻസ്ഡ് ആണ്. ഇനി കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയത്ത് ആഡാക്കി കൊടുക്കാം. എന്നിട്ട് ഞാൻ അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഒരു പിടി തേങ്ങ അതും കൂടി ചേർത്ത് കൊടുത്ത് മൂടി വെച്ചിട്ട് വേവിക്കുക കേട്ടോ. ഇത് കുറച്ച് സമയം മതി കേട്ടോ, പെട്ടെന്ന് തന്നെ വെന്ത് വരും. കാരണം നമ്മൾ സേമിയ ഓൾറെഡി റോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റി ഒന്ന് എന്താ പറയണ്ടേ, വെന്ത് പോലെ ആയിട്ടുണ്ട്. ആ സമയത്ത് അതൊന്നും കൂടിയിട്ട് മൂടി വയ്ക്കുക. അതിനുശേഷം കഴിഞ്ഞ ദിവസം നമ്മളൊരു പാവയ്ക്ക വറുത്തത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി പാവയ്ക്കാണ് ഇത്. ഞാൻ തോരൻ വയ്ക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരുന്നത് കേട്ടോ. അതെടുത്ത് ഒരു പാത്രത്തിലേക്ക് അരിഞ്ഞു വെച്ചു. അപ്പോഴേക്കും നമ്മുടെ കുട്ടു എണീറ്റിട്ടുണ്ട്. അപ്പം ഞാൻ അവനെ പോയി നോക്കിയപ്പോൾ തൊട്ടിൽ കിടന്ന് ഭയങ്കര അഭ്യാസമാണ് കേട്ടോ ആൾ. തൊട്ടിൽ ഇങ്ങനെ പെട്ടെന്നൊന്നും എണീറ്റ് വരില്ല, അവൻ കുറേ ഇങ്ങനെ ആക്ഷനൊക്കെ കാണിച്ചിട്ട് എണീറ്റ് വരുള്ളൂ. പിന്നെ ഞാൻ അവനെ എടുത്തുകൊണ്ട് പുറത്ത് വന്നു. ഈ മുഖം വെറുത്തിരിക്കുന്നതിൻ്റെ കാരണം അത് കണ്ടോ, പാപ്പൂസ് അവിടെ കളിയാണ്, അതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. രണ്ടാളും എണീറ്റ് വന്നുകൊണ്ട് ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ.